നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ കാത്ത് കെട്ടിക്കിടന്ന് ആശിച്ചു മോഹിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ചാണ്ടിയുമ്മൻ. ആ ചാണ്ടിയുമ്മൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രിമാരെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു തവണ MLA ആയി നിൽക്കുന്നവർക്ക് പോലും മന്ത്രിയാകാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ജനീഷിന് കൊടുത്തിട്ടുണ്ട്, മുസ്ലിം ലീഗിനുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എന്താ പറയുക, ശ്രീകണ്ഠൻ്റെ ഭാര്യയെ ആ ടീച്ചർക്ക് മന്ത്രിയാകാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തവണ നിയമസഭയിലേക്ക് എത്തിയവരെ പോലും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, ഇയാൾ നിരന്തരം തോറ്റുകൊണ്ടിരുന്ന ഒരാൾ കായംകുളത്ത് നിന്ന് ജയിച്ച ലിജുവിനെ മന്ത്രിയാക്കി. എനിക്ക് തോന്നുന്നു ലിജു ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ലിജുവിനെ മന്ത്രിയാക്കുന്നു, ജനീഷിനെ മന്ത്രിയാക്കുന്നു, ശ്രീകണ്ഠൻ്റെ ഭാര്യയും ഇതാക്കുന്നു. അതേസമയം അവസരം നഷ്ടപ്പെട്ടു VT ബൽറാം. എവിടെ VT ബൽറാം വീണ്ടും നിയമസഭയിലേക്ക് എത്തി. അതും തോൽപ്പിച്ചത് ആരെയാണ്? തോൽപ്പിച്ചത് MP രാജേഷ് എന്ന് പറയുന്ന മുൻ മന്ത്രിയല്ലേ തോൽപ്പിച്ചത്. എന്നിട്ടാണ് VT ബൽറാം എത്തുന്നത്. എന്നിട്ട് VT ബൽറാമിന് മന്ത്രിസ്ഥാനമില്ല. അതാണ് രസം. പിന്നീട് നമ്മൾ നോക്കിക്കോളൂ, ഇവിടേക്ക് എത്തിക്കഴിയുമ്പോൾ ചാണ്ടിയുമ്മൻ എവിടെ മന്ത്രിസഭയിൽ? ചാണ്ടിയുമ്മന് മന്ത്രിയായിരിക്കാൻ യോഗ്യതയില്ലേ? വിദ്യാഭ്യാസ വകുപ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വലിയ വ്യാപകമായ ഒരു പ്രചരണമൊക്കെ നടന്നത്. എന്നിട്ട് ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് ചാണ്ടിയുമ്മന് കിട്ടിയില്ല, അങ്ങനെ മന്ത്രിസ്ഥാനവുമില്ല. എന്തുകൊണ്ടായിരിക്കാം? നമുക്കറിയാം, ചാണ്ടിയുമ്മനെ കേരളത്തിൽ നിന്ന് പറഞ്ഞു വിടുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ടാലൻറ്റ് ഹണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എവിടെയൊക്കെയോ സ്ഥാനമാനങ്ങൾ കൊടുത്തില്ലേ? എനിക്കൊന്ന് സിക്കിം ഈസ്റ്റ് എവിടെയാണ് കൊടുത്തത്? അങ്ങ് കിഴക്കൻ ബോർഡറിൽ എവിടെയൊക്കെയാണ് കൊടുത്തത്? സിക്കിമോ ഹിമാചൽ പ്രദേശോ അങ്ങനെ ഏതോ ഒരു ബോർഡറിലേക്ക് ചാണ്ടിയുമ്മനെ പറഞ്ഞു വിട്ടതാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് ആയപ്പോൾ ചാണ്ടിയുമ്മൻ തിരിച്ചു വരുന്നു. കാര്യം, പുതുപ്പള്ളി പിടിക്കണമെങ്കിൽ ചാണ്ടിയുമ്മൻ ഉണ്ടേ പറ്റൂ. ചാണ്ടിയുമ്മൻ ഇല്ലാതെ പുതുപ്പള്ളി പിടിക്കാൻ UDFന് സാധിക്കില്ല. ആ വസ്തുത കൃത്യമായി അറിയാവുന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഇപ്പോഴും കോൺഗ്രസിനകത്തുള്ളത്. അവിടെ പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുഞ്ഞിൻ്റെ കുഞ്ഞ്, ഇതാണ് പുതുപ്പള്ളിക്കാരുടെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാണ്ടിയുമ്മൻ അവിടെ നിർത്തി മത്സരിപ്പിക്കണം. ഇത് തന്നെയാണ് ലക്ഷ്യം വെച്ചത്. കാര്യം, അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മൻ മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. രണ്ടാം തവണ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോഴും ചാണ്ടിയുമ്മൻ ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എങ്ങനെ വർദ്ധിപ്പിച്ചു എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു പോസ്റ്റർ പ്രചരണം നടത്തിയിട്ടില്ല, വാഹന പ്രചരണം നടത്തിയിട്ടില്ല, മറ്റൊരു തരത്തിലും ഫ്ലെക്സ് പോലും വെക്കാതെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയെന്ന് ചാണ്ടിയുമ്മൻ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, പൊതുജനത്തിന് വേണ്ടി ഏകദേശം 8 കോടിയോളം രൂപ ചെലവഴിക്കുവാൻ ചാണ്ടിയുമ്മന് സാധിച്ചു. അത് ഈ പറയുന്ന ചിലവെല്ലാം വീട് വെച്ച് കൊടുക്കാനും ഒക്കെ ആയിട്ട് എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചാണ്ടിയുമ്മൻ ഒരു ജനകീയ സ്വഭാവമുള്ള നേതാവായി മാറിക്കഴിഞ്ഞു. എന്നിട്ടും ചാണ്ടിയുമ്മന് ഇത്രയും മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് പോലും മന്ത്രിയാകാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? തിരികെ കയറ്റലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന ഒരാൾ A ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ്. ആ A ഗ്രൂപ്പിന് ഇപ്പം വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇതിനെ ഹൈജാക്ക് ചെയ്ത് ഷാഫി പറമ്പിൽ എടുത്തുകൊണ്ട് പോയി A ഗ്രൂപ്പിനെ. എന്നാൽ A ഗ്രൂപ്പിൻ്റെ ഒരു അറ്റത്ത് കിടക്കുകയാണ് ഇപ്പോൾ ശരിക്കും A ഗ്രൂപ്പിൻ്റെയൊക്കെ വക്താക്കളുടെ ഒരു മകൻ എന്ന് പറഞ്ഞ ചാണ്ടിയുമ്മൻ. അതിനെയൊക്കെ അങ്ങ് വളച്ചടിച്ച് ഷാഫി പറമ്പിൽ അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പോൾ ഷാഫി പറമ്പിൽ, KC വേണുഗോപാൽ എന്നിവർക്ക് ഇഷ്ടമില്ലാത്ത ആളിനെ ഇവിടെ ആക്കുകയില്ല. എന്നാൽ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്, മന്ത്രിയാകാൻ വേണ്ടിയിട്ട് VD സതീശൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ? അതുമില്ല. അപ്പോൾ സതീശൻ്റെ കൂടെ നിന്നിട്ടും കാര്യമില്ല. KC വേണുഗോപാലൊട്ട് ഇയാളെ, അതായത് ചാണ്ടിയുമ്മനെ എടുക്കത്തുമില്ല. അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ സ്വാഭാവികമെന്നോണം ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ചാണ്ടിയുമ്മന് മന്ത്രിസ്ഥാനം ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടാകുന്നു. അങ്ങനെ ചാണ്ടിയുമ്മൻ തഴയപ്പെടുന്നു. ഇനിയും വേറൊരു പ്രതികാരം കൂടിയുണ്ട് ഇവിടെ. 2011 ഉമ്മൻചാണ്ടി ഇവിടെ സർക്കാർ രൂപീകരിക്കുമ്പോൾ, മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് അന്ന് വലിയ കാര്യമായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ പറവൂരിൽ നിന്ന് ജയിച്ച ഒരു നേതാവുണ്ടായിരുന്നു. ആ നേതാവിൻ്റെ പേര് VD സതീശൻ എന്നായിരുന്നു. അന്ന് സതീശന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മന്ത്രിയാകണമെന്ന്. എന്നാൽ ഉമ്മൻചാണ്ടി സതീശനെ മന്ത്രിയാക്കിയില്ല. അങ്ങനെ മന്ത്രിയാക്കാതെ വന്നതോടുകൂടി ആ ഒരു ദേഷ്യം VD സതീശൻ്റെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ VD സതീശൻ എന്ത് ചെയ്തു? കുറേ വിമത MLA-മാരെ കൂട്ടിക്കൊണ്ട് ഇവിടെ, അതായത് മന്ത്രിയാകാൻ കഴിയാതെ പോയത് ചില MLA-മാരെ കൂട്ടിക്കൊണ്ട് ഹരിത MLA-മാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു വിമത ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ ആ ഒരു വിമത ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഈ ഉമ്മൻചാണ്ടിക്കെതിരായി ശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി.
ഉമ്മൻചാണ്ടി ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അഴിമതിക്കാരനാണെന്ന് പറഞ്ഞുണ്ടാക്കിയത് കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടി തൊടുന്നതും പിടിക്കുന്നതുമെല്ലാം വലിയ അഴിമതി ചെന്ന് അവസാനിക്കുന്നു എന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. ഈ ഭരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞതെല്ലാം കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. എന്തിനേറെ പറയാൻ, സോളാർ കേസ് വരെ ഉമ്മൻചാണ്ടിയുടെ തലയിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള പ്രധാന കാരണക്കാർ ഈ കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അപ്പോൾ ആ ഒരു വൈരാഗ്യം എന്ത് തന്നെയായാലും സതീശിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. സതീശിൻ്റെ പ്രൊവിഷൻ ഇല്ല എങ്കിൽ തന്നെയും സതീശിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചാണ്ടി ഉമ്മനെ പിടിച്ച് മന്ത്രിയാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒരു സാഹചര്യം ഇനിയിപ്പോൾ ആ മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ തന്നെയും അത് വിനിയോഗിക്കാനും വി.ഡി. സതീശന് ഒരുക്കമല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞൊരു നേതാവ് അനാഥപ്രേതം കണക്കെ ആയിപ്പോയി. അങ്ങനെ ഇപ്പം O.J. ജനീഷ് പൊക്കി വെക്കാൻ ആളുണ്ടെന്നേ O.J. ജനീഷിനെയൊക്കെ. K.C. വേണുഗോപാലിൻ്റെ അടുത്ത സന്തത സഹചാരിയല്ലേ പിന്നെ O.J. ജനീഷ്. അതുകൊണ്ട് O.J. ജനീഷിന് മന്ത്രിയാവാം, അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ എത്രയെത്ര നേതാക്കന്മാർ, ഏകദേശം 12 പേരുള്ളതിൽ 9 പേരും K.C. വേണുഗോപാലിൻ്റെ പക്ഷത്തു നിന്നുള്ളവരാണ് മന്ത്രിയായിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം സുഖമായിരിക്കാൻ പറ്റിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോഴും ഒരു ജനകീയൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്തുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ എത്തിപ്പെട്ട ഈ നമ്മുടെ ചാണ്ടി ഉമ്മൻ തഴയപ്പെടുകയും ചെയ്തു. ഇവിടെ നമ്മൾ നോക്കിയേ, മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ ലാവിഷായിട്ട് കൊടുത്തിരിക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, കോൺഗ്രസിനകത്ത് മന്ത്രിമാരെ തീരുമാനമായിട്ട് ലാഭപ്പെട 1-2 വകുപ്പുകൾ മാത്രമാണ് അങ്ങോട്ട് കൊടുത്തത്. ഘടകകക്ഷികൾക്ക് ഇപ്പോൾ CP ജോണിനുള്ള പിന്നെ ഗതാഗത വകുപ്പ് കൊടുത്തു കഴിഞ്ഞു. നമ്മളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ PK ബഷീറിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൊടുത്തു ലീഗിൻ്റെ. അതോടൊപ്പം തന്നെ കുഞ്ഞാപ്പായ്ക്ക് വ്യവസായം IT തുടങ്ങിയ വകുപ്പുകൾ കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം ഷാജിക്ക് PWD കൊടുത്തു കഴിഞ്ഞു. KM ഷാജി നിയമസഭയിലെ വലിയൊരു പുലിയായിരുന്നല്ലോ. N ഷംസുദ്ദീന് എന്താ പറയുക വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞു. ഇനിയും അതോടൊപ്പം തന്നെ അബ്ദുൽ ഗഫൂറിന് വഖഫ് കൊടുത്തു. ഇനി ഒന്നുകൂടിയുണ്ട് പാറക്കൽ അബ്ദുള്ള 2.5 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ കോഴിക്കോടിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ കാര്യത്തിൽ ഏകദേശം ധാരണയെത്തി. ഇനി ഇതിനകത്ത് മുസ്ലിം ലീഗിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെയും പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതവർക്ക് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗവും കൂടെ വേണം. ഉന്നത വിദ്യാഭ്യാസവും ഏറ്റെടുക്കണം. കാര്യം അവർക്ക് പഴയതുപോലെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് വളർച്ച നേടാൻ കഴിയുന്നില്ല. കോളേജുകൾ അനുവദിക്കുന്നില്ല, കോളേജിൽ സീറ്റുകൾ അനുവദിക്കുന്നില്ല. വളരെ 26% അങ്ങനെ എന്തോ സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടി ലീഗിൻ്റെ കയ്യിൽ ഉണ്ടാവണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. തെറ്റൊന്നുമില്ല, അവരങ്ങനെ ആഗ്രഹിച്ചു തുടങ്ങി. അപ്പോൾ അതേസമയം ഇവിടോട്ട് നോക്കിക്കോളൂ, ആപ്പാടെ കോൺഗ്രസിനകത്ത് K. മുരളീധരനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. K. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പ് കൊടുത്തു കഴിഞ്ഞു. അതേ ഇപ്പം മെഡിക്കൽ കോളേജ് 3-4 എണ്ണം തിരുവനന്തപുരത്ത് വെക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ അങ്ങനെ ബാക്കി പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ V.D. സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞു. നമ്മുടെ തിരുവഞ്ചൂരിനെ പിടിച്ച് സ്പീക്കറാക്കി കഴിഞ്ഞു. ഷാനിമോൾ ഉസ്മാനെ പിന്നെ എന്താ പറയുക ഡെപ്യൂട്ടി സ്പീക്കറാക്കി കഴിഞ്ഞു. അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമായി ഇതുവരെ മന്ത്രിമാരാരൊക്കെയാണ്, ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് വിവരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ വേറെ ആർക്കും ഇതുവരെയും അതിൻ്റെ ഒരു ഫൈനലായി ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതായത് അവസാന വട്ടം ആരൊക്കെ ആയിരിക്കണം മന്ത്രിമാർ, ആരൊക്കെയാണ് മന്ത്രിമാരാവേണ്ടത് എന്നുള്ളതിനെ തീരുമാനമായെങ്കിൽ തന്നെയും ഏതൊക്കെ വകുപ്പുകളായിരിക്കും അവർക്ക് നൽകേണ്ടത്. കാര്യം ലിജു തർക്കത്തിലാണ്. അങ്ങനെ പലരും ഇതുമായി ബന്ധപ്പെട്ട് തർക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ തർക്കമൊക്കെ തീർന്നിട്ട് ഇനി ഒരു മന്ത്രിമാരെ എന്ന് കാണാൻ കഴിയുമോ എന്നുള്ളതും പിന്നെ അടുത്ത ചോദ്യമായി. കാര്യം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എടുത്തു ഏകദേശം 10-15 ദിവസം. ഇനിയിപ്പോൾ മന്ത്രിമാരെ തീരുമാനിക്കാൻ വേണ്ടിയും ഇനി ഇത്രയും തന്നെ ദിവസം എടുക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു സംശയം. അപ്പോഴേക്കും ജൂൺ മാസം 15-ാം തീയതി നമ്മുടെ നാട്ടിലെ വനിതകൾക്കെല്ലാം സൗജന്യമായി ബസ് യാത്ര ലഭിക്കുമോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ചാണ്ടി ഉമ്മന് കിട്ടിയ ഒരു പണി ഇത്രയും മനോഹരമായൊരു പണിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.